സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ സംഘടനയുടെ മീറ്റിങ്ങോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ വന്നിട്ട് ചില നടന്മാരെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നത് കാണാം. അതായത് ഇതുവരെ ഇല്ലാതെ കെട്ടിപ്പെടുത്തി. സിനിമാ താരങ്ങൾക്ക് കെട്ടിപ്പിടുത്തം കുറച്ച് കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒന്ന് ഷെയ്ക്കാൻഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഹഗ് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹഗ് ചെയ്താൽ മതി. ഇതല്ല, ഇത് രണ്ട് കൈ നീട്ടിയിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു ആട്ടാണ്. ഇങ്ങനെ ആടുന്ന ടീമല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും തന്നെ എൻ്റെ പ്രിയപ്പെട്ട നടി സഹോദരികൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമോ, നിങ്ങളെ ഒരു സഹോദരിയായിട്ടല്ലേ ഇവന്മാർ കാണുന്നത്. ഇവന്മാരുടെ കണ്ണിൽ എന്ന് പറഞ്ഞാൽ കാമത്തോടു കൂടിയാണ് നിങ്ങളെ കാണുന്നത്. അതായത് കെട്ടിപ്പിടിക്കുമ്പോൾ അവന്മാർക്ക് നല്ലൊരു സുഖമാണ് കിട്ടുന്നത്. ഈ പിന്നെ എന്നാ പറയേണ്ടത്, ഈ സിദ്ദിഖിനായാലും അതുപോലെ തന്നെ മുകേഷിനായാലും ഇടവേളക്കായാലും ഇവരൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ വേറെ ചിന്താഗതിയാണ്. ഇവർക്ക് അങ്ങനെ സഹപ്രവർത്തകർ എന്നോ സഹോദരിമാരെ അങ്ങനെയൊന്നും ഇവരെ മനസ്സിലില്ല. ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണാണ്, അത് വെറും പെണ്ണ്. അതാണ്, അങ്ങനെയാണ് ഇവർ കണക്കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അടുത്ത സിനിമക്ക് വിളിക്കണേ ഭഗവാനെ, ഇല്ലെങ്കിൽ അടുത്ത ഇതിന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ സംവിധായകരെയും ഇതുപോലെയുള്ള നടന്മാരെയും ഇവരെയൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ മാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അമ്മമാർ അത് സ്നേഹത്തിലല്ല, അത് അവർ നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് ഈ കെട്ടിപ്പിടുത്തം. അതാണ് അവരുടെ. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ, ചില ആൾക്കാർ പറയുമ്പോൾ പുറത്ത് വന്നില്ലേ, ഇവരുടെ മനസ്സിലിരിപ്പ് അതാണ്. അതായത് സ്ത്രീകളോടൊന്നും യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്ത ടീമുകളാണ് ഇവർ. ഇവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ട ലൈംഗിക സുഖങ്ങൾ മാത്രമാണ്. അതും സാധാരണ തരത്തിലുള്ള ലൈംഗിക സുഖമല്ല, രതിവൈകൃതം. അതായത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ വരുന്ന ഒരു സാധനമാണ്. ഈ പൈസയും അതുപോലെ തന്നെ എന്നെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അഹങ്കാരങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു മാനസികാവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നടിമാർ ഒരു കാര്യം ചെയ്യുക, എല്ലാവരും ഷെയ്ക്കാൻഡ് കൊടുത്താൽ മതി. ഒരിക്കലും കെട്ടിപ്പിടിക്കാൻ പോകണ്ട. കെട്ടിപ്പിടിച്ചിട്ട് എന്തിനാണ് അവന്മാർക്ക് സുഖം ഉണ്ടാക്കി കൊടുക്കുന്നത്? നിങ്ങളിനി എന്ത് ന്യായം പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാരെല്ലാം പറയൂ എൻ്റെ ഏട്ടനാണ് ഇക്കയാണ് എന്നൊക്കെ പറയൂ. ഒരു മാങ്ങാക്കൊലിയില്ല മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ സുഖിക്കുക ചെയ്യുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് കണ്ടു, എന്താ വെച്ചാൽ കെട്ടി അങ്ങ് വിളിച്ചിട്ട് 10 മിനിറ്റാന്ന് കെട്ടിപ്പിടിക്കുന്നത്. അപ്പോഴേക്കെന്ന് പറയുന്നത് കണ്ണും മുകളിൽ ഇങ്ങനെ ആയിപ്പോയി ഇതിനടുത്ത്. മനസ്സിലാക്കണം നിങ്ങൾ, അവനതൊരു സുഖമാണ്. ഇതാരും പറയുകയും ചെയ്യില്ല. നമ്മൾ ഇതിനു മുന്നേ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും നീ എന്ത് കണ്ണുകൊണ്ടാടാ കാണുന്നതെന്ന് നമ്മളോട് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴും വാർത്തയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഓരോ പെണ്ണുങ്ങളോടും ഇവർ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമഭ്രാന്തന്മാരാണ്, രതിവൈകൃതങ്ങളുടെ രാജാക്കന്മാരാണ് ഇവന്മാർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും അതായത് ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് സ്വയംഭോഗം ചെയ്തവരെ ടീമുകൾ പിന്നെ നമ്മൾ എന്താണ് പറയേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കെട്ടിപ്പിടിക്കാൻ ഒറ്റൊരുത്തന്മാർ നിൽക്കണ്ട, ഒരു നടികളും ഇനി കെട്ടിപ്പിടുത്തത്തിന് നിൽക്കണ്ട. ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരെ കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങളുടെ മാനം കളയരുത് നിങ്ങൾ. എനിക്ക് അത്രയേ പറയാനുള്ളൂ. സിനിമയില്ലെങ്കിൽ പോട്ട് പുല്ല് എന്ന് വെക്കണം, അത്ര തന്നെ. കെട്ടിപ്പിടിച്ചിട്ട് കിട്ടുന്ന സിനിമ വേണ്ട. അത് ഡയറക്ടറായാലും ശരി, സംവിധായകനായാലും ശരി, എന്തൊക്കെയായാലും ശരി, ഇത് നടന്മാരായാലും ശരി, കെട്ടിപ്പിടിച്ചിട്ടില്ല ഒരു പരിപാടിയും വേണ്ട. അതുകൊണ്ട് ഇനി ഷെയ്ക്കാൻഡിൽ ഒതുക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ തൊഴുക, ഇങ്ങനെ തൊഴുതാൽ മതി, അത്രയേ വേണ്ടു പറഞ്ഞ്. വേറെ ഒന്നും ചെയ്യണ്ട. അല്ലാതെ കെട്ടിപ്പിടുത്തം എന്ന് പറഞ്ഞാൽ ഇത് ഇവന്മാർക്കൊരു സൂഹിക്കുന്നൊരു പരിപാടിയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സിനിമാ താരങ്ങളുടെ വീട്ടുകാരുടെ അവസ്ഥ ഇപ്പം വളരെ പരിതാപകരമാണ്. അതായത് അവർക്കിപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല സിനിമാ താരങ്ങളും മുങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇല്ല ആരും. എല്ലാവരും ഷൂട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോയിട്ട് റൂമെടുത്ത് താമസിക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു അന്വേഷണമോ കേസോ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയാൽ ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടുന്ന് മുങ്ങിക്കോന്ന് അവർക്ക് ഇവിടുന്നോ നല്ല നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അമ്മയുടെ ഓഫീസിൽ പോലും ആളില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറാനായിരിക്കും ധൈര്യമില്ല. ഇന്നലെ ഇപ്പം ബാബുരാജ് വന്നിട്ട് മറ്റേ അമ്മേൻ്റെ സെക്രട്ടറി സ്ഥാനം ഇങ്ങനെ ഏറ്റെടുക്കാൻ നോക്കുമ്പോഴേക്ക് അടന്ന് കുനിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ബാബുരാജിൻ്റെ പേരിങ്ങനെ എഴുതി കാണിക്കുന്നത്, ബാബുരാജ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ്. ആരാണ് എവിടെ നിന്നാണ് പീഡിപ്പിച്ചതെന്ന് ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലല്ലേ, വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കലാണ്. അപ്പോൾ പൃഥ്വിരാജിനെ പോലെ ആൾക്കാരിലാണ് ഇനി പ്രതീക്ഷ എന്ന് പറയുന്നത്. അതായത് പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരിലാണ് ഇനിയൊരു പ്രതീക്ഷയുള്ളത്. അവരത്രയും പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ട് ഇതുപോലെയുള്ള ഈ ചാണമുക്കി അടിക്കണവന്മാരാ, ഇവന്മാരെയൊക്കെ അടിച്ച് പുറത്താക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി അമ്മേൻ്റെ പരിസരത്ത് കയറ്റരുത്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ സിനിമയും കാണാൻ പോകരുത്. അതായത് ഇവനൊക്കെ ഉണ്ടെങ്കിലുള്ള ഒരു സിനിമ പോലും കാണരുതെന്നേ ഞാൻ പറയുള്ളൂ. ഇവനൊന്നും ഇനി സിനിമാ ഫീൽഡിൽ വേണ്ട. കുറേ നാൾ ഇവനൊക്കെ ഇനി വീട്ടിലിരിക്കട്ടെ. വീട്ടിലിനി പുഴുത്ത പട്ടിയുടെ സ്ഥാനമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യനെ ഇവന്മാർ മൈൻഡ് ചെയ്യില്ല.
ഈ ആരോപണം ഉന്നയിച്ച ഒരുത്തൻ്റെ ഭാര്യമാരും ഇനി ഇവന്മാരെ മൈൻഡ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവരുടെ സ്വഭാവം മനസ്സിലായി. അതുപോലെ മക്കളും മരുമക്കളും ഇനി ഇവരുടെ അടുക്ക് എടുക്കൂല, അത് ഉറപ്പാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരക്കുട്ടികളെ തീരെ അടുപ്പിക്കൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17 വയസ്സുള്ളയും 16 വയസ്സുള്ളയും കുട്ടികളെ വരെ ഇവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതായത് അവരൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ മറ്റേ കണ്ണിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പേരക്കുട്ടികളെ പോലും ഇനി ആരും പിന്നെ ഇവരുടെ അടുത്തേക്ക് അടുപ്പിക്കൂല എന്നുള്ളതാണ്. എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ നടന്മാരുടെ കാര്യം ഇനി അങ്ങ് കട്ട പുക തന്നെയാണ്. അതായത് ഇവർ പിന്നെ എന്താ പറയേണ്ടത്, ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടാ, ഒരാൾ വന്നിട്ടും അങ്ങനെ നുണ പറയുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നുണ പറയില്ല അങ്ങനെ. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതിന് ശേഷം ഒരുപാട് പൈസയും കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ അതിൽ അങ്ങനെ വിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇതൊക്കെ അനുഭവം ഉണ്ടായിരുന്നു എന്ന് ആരും വന്നിട്ട് നുണയൊന്നും പറയില്ല. ഉള്ള കാര്യം തന്നെയാണ് ഇവരൊക്കെ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ സ്റ്റാർ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്ന ചില പിള്ളമാരൊക്കെ പറയുന്നത് കേൾക്കാം, ഇവന്മാർ പോയി കഴിഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ അകത്ത് മുഴുവൻ നിരോധമായിരിക്കും പോലും പറഞ്ഞ്. അതാണ്. അതുമാത്രവുമല്ല, ഈ ഉറകൾ ഇവന്മാർ ക്ലോസറ്റിലിട്ടിട്ട് ഇത് ചെയ്തിട്ട് അത് ബ്ലോക്കായി കിടക്കും പോലും പറഞ്ഞ്. പണ്ട് ഏതോ ഒരാൾ പറയുന്നുണ്ട്, പാലക്കാടക്കാരുടെ ഏതൊരു സിനിമയുടെ ഷൂട്ടിങ്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നടൻ്റെ ഷൂട്ടിങ്ങാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഈ ഒരു വിഷയത്തിലെല്ലാം കുറച്ച് പേര് കേട്ടിയ ഒരാളാണ് അതിൻ്റെ ഡയറക്ടർ. അവരുടെ ഒരു സിനിമ 60 ദിവസമാണ്. ഈ 60 ദിവസം കഴിഞ്ഞിട്ട് ഈ മെയിൻ നായകനും അതുപോലെ തന്നെ ഈ സംവിധായകനും ഇവരെയൊക്കെ റൂമിൻ്റെ അവിടെ ബ്ലോക്കായി പോയി 60ാമത്തെ ദിവസം. അങ്ങനെ പ്ലംബർ പോയിട്ട് ഇത് തുറന്നു നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മുഴുവൻ കോണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കോണ്ടവും അതുപോലെ തന്നെ മറ്റേ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ഇവർ അതിൻ്റെ അകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി. അതാണ്, ഒരു സിനിമ ഷൂട്ടിങ് വന്നു കഴിഞ്ഞാൽ ശിവന്മാരുടെ പരിപാടി ഇത് തന്നെയാണ്. ഈ പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്താ പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവന്മാരുടെയൊക്കെ ഭാര്യമാരുടെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്ത് രക്ഷപ്പെട്ടോ, അതാ നല്ലത്. ഇനി ഡിവോഴ്സ് തന്നെയാണ് നല്ലത്. ഇങ്ങനെയുള്ള കാമപ്രാന്തന്മാരുടെ കൂടെ എന്തിനിവരെയൊക്കെ ഇത്രമാത്രം സ്നേഹിച്ച് കഴിയുന്നത്? അതായത് സ്വന്തം ഭാര്യമാരോടോ മക്കളോടോ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, സ്നേഹവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അല്ല, അഭിനയം മാത്രമാണ്. അഭിനയമാണ് ഭയങ്കര. എൻ്റെ ഭാര്യ അങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയമാണ്. അതായത് ഓണബില്ലിൻ തമ്പുരു വീട്ടുന്ന കുടുംബ വീട് പോലെയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ യുവമാർക്കെന്ന് പറഞ്ഞാൽ കാമഭ്രാന്ത്, തവളകളാണ് ഇവർ, ഈ കാമഭ്രാന്തന്മാർ. അതുകൊണ്ട് തന്നെ ഈ എൻ്റെ അഭിപ്രായത്തിന് ഒറ്റയ്ക്കൊരു വീട്ടിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ജനങ്ങളുമായിട്ട് യുവമാർ സഹകരിക്കാൻ പാടില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ ഇപ്പം സപ്പോർട്ടുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്നവന്മാരോട് ഞാൻ പറയുകയാണ്, ഒരു 10 ദിവസം കൊണ്ടുപോയിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നെ താമസിപ്പിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും കാമക്കടുവുകളോടും പറയുകയാണ്, ഇനി ആരും ഊട്ടിയിലേക്ക് പോകണ്ട. ഊട്ടിയിലെ ഹോട്ടലുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ കൊടൈക്കനാലിലേക്കും അവിടെയും നിറഞ്ഞിരിക്കുകയാണ്. ഇനി വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലേക്ക് പോയിക്കോളൂ. അറസ്റ്റ് ഒഴിവാക്കണം എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ എവിടെയെങ്കിലും പോയി മുങ്ങിക്കോ. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് വന്നാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.